400 കോടി രൂപ ചെലവിട്ട് ഗേജ് മാറ്റി 160 കോടി രൂപ ചെലവിട്ട് വൈദ്യുതീകരണവും പൂർത്തിയാക്കി. എന്നിട്ടും ആവശ്യത്തിന് ട്രെയിൻ ഇല്ലാത്തതിനാൽ ദുരിതത്തിലാണ് പാലക്കാട് പൊള്ളാച്ചി പാതയിലെ യാത്രക്കാർ. പകൽ സമയങ്ങളിൽ പാതയിലെ ഒരു സ്റ്റേഷനിലും ട്രെയിനുകൾ നിർത്താറില്ല. പാസഞ്ചറുകൾ ഉൾപ്പെടെ കൂടുതൽ സർവീസുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സമരം ചെയ്തിട്ടും തങ്ങളുടെ ആവശ്യത്തോട് റെയിൽവേ കാലങ്ങളായി മുഖം തിരിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുൻപ് മീറ്റർ ഗേജ് ആയിരുന്ന കാലത്ത് പാലക്കാട് പൊള്ളാച്ചി പാതയിൽ 5 സെറ്റോളം പാസഞ്ചർ ട്രെയിനുകൾ ദിവസവും സർവീസ് നടത്തിയിരുന്നു. ഇന്ന് മീറ്റർ ഗേജ് മാറി പാലക്കാട് പൊള്ളാച്ചി പാത ബ്രോഡ് ഗേജ് ആയി. പഴയ പാസഞ്ചറുകൾക്കൊപ്പം പാതയിൽ കൂടുതൽ ട്രെയിനുകൾ എത്തുമെന്നായിരുന്നു യാത്രക്കാർ കരുതിയിരുന്നത്. എന്നാൽ നിലവിൽ ആകെ 3 ട്രെയിനുകൾ മാത്രമാണ് പാലക്കാട് പൊള്ളാച്ചി പാതയിൽ സർവീസ് നടത്തുന്നത്. പുതുനഗരം, കൊല്ലങ്കോട്, മുതലമട, മീനാക്ഷിപുരം, ആനമലൈ തുടങ്ങി 5 സ്റ്റേഷനുകളുണ്ട് പാലക്കാടിനും പൊള്ളാച്ചിക്കുമിടയിൽ. ബ്രോഡ് ഗേജായി മാറിയതിൽ പിന്നെ പകൽ സമയത്ത് ഒരു ട്രെയിൻ പോലും ഈ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടില്ല. കേവലം 3 ട്രെയിനുകൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. കൊല്ലങ്കോട്ട് അമൃത എക്സ്പ്രസിനും തിരുച്ചെന്തൂർ എക്സ്പ്രസിനും മാത്രമാണ് സ്റ്റോപ്പുള്ളത്. അമൃത എക്സ്പ്രസ് രാവിലെ 4:31 പൊള്ളാച്ചി ഭാഗത്തേക്ക് കടന്നു പോവുകയും തിരുച്ചെന്തൂർ എക്സ്പ്രസ് 6:30 പൊള്ളാച്ചി ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. നീണ്ട 15 മണിക്കൂർ പകൽ ട്രെയിനുകൾ പോകാത്ത ഒരു പാതയാണ് ഈ കൊല്ലങ്കോട് വഴിയുള്ള പാത. തിരുവനന്തപുരത്ത് നിന്നും മധുരയിലേക്ക് സർവീസ് നടത്തുന്ന അമൃത എക്സ്പ്രസ്, പാലക്കാട് നിന്നും തൃച്ചെന്തൂരിലേക്ക് സർവീസ് നടത്തുന്ന തൃച്ചെന്തൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ പുലർച്ചെ തന്നെ പാലക്കാട് പൊള്ളാച്ചി പാതയിലൂടെ കടന്നുപോകും. തിരിച്ചുള്ള സർവീസ് ആകട്ടെ രാത്രിയിലും. പകൽ സമയത്താണെങ്കിലും ദീർഘദൂര സർവീസ് ആയതിനാൽ പാലക്കാട് MGR ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് പാതയിൽ ഒരു സ്റ്റേഷനിലും സ്റ്റോപ്പില്ല. MGR ചെന്നൈ എക്സ്പ്രസ് ഇതുവഴി കടന്നു പോകുമ്പോൾ അതിനെ നോക്കി ടാറ്റ കാണിക്കാൻ മാത്രമാണ് ഈ നാട്ടിലെ ആളുകൾക്ക് വിധിയുള്ളത്. 1 മിനിറ്റ് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന MP രമ്യ ഹരിദാസ് അടക്കം കത്ത് കൊടുത്തതാണ്. എന്നാൽ ഇത് പരിഗണിക്കാൻ റെയിൽവേ ബോർഡിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. യാത്രക്കാരുടെ ആവശ്യപ്രകാരം പാലക്കാട് MGR ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിൽ 1 മിനിറ്റെങ്കിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് മുൻ MP രമ്യ ഹരിദാസ് റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടിയായില്ല. മുമ്പുണ്ടായിരുന്ന പാസഞ്ചറുകൾ ഉൾപ്പെടെ എത്രയും വേഗം അനുവദിച്ച് പാതയിലെ ട്രെയിൻ യാത്രാ ദുരിതം അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ, പാലക്കാട്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. സമയത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ട്രെയിൻ യാത്രാ ദുരിതത്തിന് ട്രെയിനുകളുടെ അപര്യാപ്തത മാത്രമാണോ കാരണം? അശാസ്ത്രീയമായ സമയക്രമത്തിൽ മാറ്റം വരുത്തിയാൽ യാത്രാ ദുരിതത്തിന് വലിയ ആശ്വാസമുണ്ടാകും. എന്നാൽ സമയം പുനഃക്രമീകരിക്കാൻ റെയിൽവേ തയ്യാറാകുന്നില്ല. കാസർഗോഡ് മുതൽ കോഴിക്കോട്ടേക്ക് വിദ്യാർത്ഥികളും ജീവനക്കാരുമായി നിരവധി ആളുകളാണ് ദിനംപ്രതി യാത്ര ചെയ്യുന്നത്. എന്നാൽ രാവിലെ ഓഫീസ് സമയങ്ങളിൽ ഉപകാരപ്പെടുന്നത് പരശുരാമും നേത്രാവതിയും മാത്രമാണ്. എന്നാൽ ഇതിൽ കാലുകുത്താൻ ഇടമില്ലാത്ത അവസ്ഥയും. തൊട്ടടുത്ത സമയങ്ങളിലെ കോഴിക്കോട് എക്സ്പ്രസും ഏറനാട് എക്സ്പ്രസും ഓഫീസ് സമയങ്ങൾക്കനുസരിച്ച് പുനഃക്രമീകരിച്ചാൽ കൂടുതൽ ഉപകാരപ്രദമാകും. ഇവിടെ ടൈം ടേബിൾ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടുത്തെ ലോക്കൽ യാത്രക്കാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്ന സമയത്തിനനുസരിച്ച് എല്ലാവരുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൺവീൻസ് ആയിട്ടുള്ള ഒരു സമയം കണ്ടെത്താൻ വേണ്ടി റെയിൽവേ തയ്യാറാകും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ടൈം റീഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇവിടെയുള്ള യാത്രാ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. വൈകുന്നേരങ്ങളിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കോഴിക്കോട് നിന്ന് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടുന്ന പരശുറാമാണ് ഓഫീസ് സമയം കഴിയുമ്പോൾ ഉപകാരപ്പെടുന്നത്. എന്നാൽ പരശുറാമിൽ 2 കോച്ചുകൾ വർദ്ധിപ്പിച്ചെങ്കിലും കാലുകുത്താൻ ഇടമില്ലാത്ത അവസ്ഥ തന്നെ. 5:10 വരുന്ന നേത്രാവതി കഴിഞ്ഞാൽ കാസർഗോഡേക്ക് ട്രെയിനില്ല. കണ്ണൂരേക്കുള്ളത് 5:35 ഷൊർണൂർ കണ്ണൂർ എക്സ്പ്രസും 6:15 കണ്ണൂർ എക്സ്പ്രസുമാണ്. പരശുറാം എക്സ്പ്രസ് 1 മണിക്കൂർ കോഴിക്കോട് പിടിച്ചിടുകയും ചെയ്യുന്നു. ഈ ട്രെയിൻ പഴയ സമയക്രമം പാലിക്കുകയും ഷൊർണൂർ കണ്ണൂർ എക്സ്പ്രസ് നേരത്തെയാക്കുകയും ചെയ്താൽ കൂടുതൽ പേർക്ക് ഉപകാരപ്പെടും. 6:30 കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ഒരു ട്രെയിൻ മംഗലാപുരത്തൊക്കെ ഒരാൾക്ക് പോകണമെങ്കിൽ ട്രെയിൻ ഇല്ല. പിന്നെ ഉള്ളത് എന്താണ്? ഈ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ട്രെയിനുകളാണ്. സ്പെഷ്യൽ ട്രെയിനുകൾ മാംഗ്ലൂർ സെൻട്രലിലേക്ക് കടന്നു പോകുന്നില്ല. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം.
കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പല ട്രെയിനുകളും ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഈ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കുകയും ട്രെയിൻ സമയം പുനഃക്രമീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിലവിലെ യാത്രാ ദുരിതം വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. യാത്രക്കാരും റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനും ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്നാൽ റെയിൽവേ ട്രെയിൻ സമയം പുനഃക്രമീകരിക്കുന്നതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ടർ, കണ്ണൂർ. ഇനിയും വടക്കോട്ട് വണ്ടി വേണം, സമയത്ത് വണ്ടി വേണം, സമയം പുനഃക്രമീകരിക്കണം, ആവശ്യങ്ങൾ അനവധിയാണ്. അതുകൊണ്ട് മലബാറിലേക്ക് പോകുന്ന യാത്രക്കാർക്കൊപ്പം നമ്മൾ നമ്മുടെ യാത്രയും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇക്ബാൽ അറക്കലും തുഷാര പ്രമോദുമാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഇക്ബാൽ അറക്കൽ, തുഷാര പ്രമോദ്. ആദ്യം ഇക്ബാലിലേക്ക്. ഇക്ബാൽ, കുറച്ചുകൂടി ഉഷാറാകണമല്ലേ അതുവഴിയുള്ള വണ്ടികളൊക്കെ? തീർച്ചയായും സുജയ, ഇതിനു മുമ്പ് അതായത് മീറ്റർ ഗേജ് ആയിരുന്ന കാലത്ത് പാലക്കാട് പൊള്ളാച്ചി പാതയിൽ 5 പാസഞ്ചർ ട്രെയിൻ ഉൾപ്പെടെ നിരവധി ട്രെയിനുകളാണ് സർവീസ് നടത്തിയിരുന്നത്. മീറ്റർ ഗേജ് മാറി കോടികൾ ചെലവിട്ട് ബ്രോഡ് ഗേജായി വൈദ്യുതീകരണവും പൂർത്തീകരിച്ചു. പക്ഷേ ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന സർവീസുകളെല്ലാം മാറി ആകെ 3 ട്രെയിനുകൾ മാത്രമാണ് പൊള്ളാച്ചി പാലക്കാട് പാതയിലൂടെ സർവീസ് നടത്തുന്നത്. ഇതിൽ 2 അതായത് അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരത്ത് നിന്നും മധുരയിലേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ്സും പാലക്കാട് നിന്ന് തൃച്ചെന്തൂരിലേക്ക് പോകുന്ന തൃച്ചെന്തൂർ എക്സ്പ്രസ്സും, ഈ 2 ട്രെയിനുകളും രാത്രികാലങ്ങളിലാണ് സർവീസ് നടത്തുന്നത്. മറ്റൊരു ട്രെയിൻ എന്ന് പറയുന്നത് വൈകിട്ട് പാലക്കാട് ജംഗ്ഷനിൽ നിന്നെടുത്ത് ചെന്നൈ വരെ പോകുന്ന ചെന്നൈ MGR സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇതിനാണെങ്കിൽ ഈ പാലക്കാട് പൊള്ളാച്ചി പാതയ്ക്കിടയിൽ ഒരു സ്റ്റോപ്പ് പോലും ഇല്ല എന്നതാണ്. സത്യത്തിൽ ഈ പാലക്കാട് പൊള്ളാച്ചി പാതയ്ക്കിടയിലെ 5 സ്റ്റേഷനുകൾ, അതായത് പുതുനഗരം, കൊല്ലങ്കോട്, മുതലമട, മീനാക്ഷിപുരം, ആനമലൈ, ഇവിടെയുള്ള 5 സ്റ്റേഷനുകൾക്കും ഈ 3 ട്രെയിൻ സർവീസുകൾ കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നാണ് നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ പറയുന്നത്. യാത്രക്കാരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പഴയ പാസഞ്ചർ ട്രെയിനുകൾ വീണ്ടും ഈ പാതയിൽ ഒരുക്കണം എന്നാണ്. എങ്കിൽ മാത്രമേ തങ്ങളുടെ യാത്രാ ദുരിതത്തിന് ചെറിയ രീതിയിലൊരു പരിഹാരം ഉണ്ടാവൂ എന്നാണ്. പ്രത്യേകിച്ചും ഈ പാലക്കാട് പൊള്ളാച്ചി പാത കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത് കച്ചവടക്കാരും തീർത്ഥാടകരുമാണ്. ഇവർക്കാണ് ഈ പാതയും കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത്. പക്ഷേ നിലവിലുള്ള ഈ 3 ട്രെയിൻ സർവീസ്, അതായത് അമൃത എക്സ്പ്രസ്, തിരുച്ചെന്തൂർ എക്സ്പ്രസ്, ചെന്നൈയിലേക്കുള്ള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, ഈ 3 ട്രെയിനുകൾ കൊണ്ടും ഈ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ഈ തീർത്ഥാടകർക്കും യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എത്രയും പെട്ടെന്ന് പഴയ 5 പാസഞ്ചറുകൾക്കൊപ്പം തന്നെ കൂടുതൽ മെമു സർവീസുകളും കൂടി ഈ പാതയിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ പാതയിലുള്ള ആളുകളുടെ യാത്രാ ദുരിതം മാറുകയുള്ളൂ. ഗുരുവായൂരിൽ നിന്ന് പഴനി വരെയുള്ള തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള പ്രത്യേക ട്രെയിനെല്ലാം ഒരുക്കുമെന്ന് റെയിൽവേ പലകുറി പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും ഇതൊന്നും നടപ്പായിട്ടില്ല. ഇനി ഏതായാലും പിറ്റ് ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തികളെല്ലാം നടന്നു വരികയാണ്. ഇതിന് ശേഷമെങ്കിലും എത്രയും പെട്ടെന്ന് ഈ പാതയിലെ യാത്രക്കാരുടെ ദുരിതം അവസാനിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ഓക്കെ ഇക്ബാൽ, തുഷാര പ്രമോദ് നമുക്ക് പോകണ്ട. തുഷാര, കഴിഞ്ഞ ദിവസം ഒരു സന്തോഷ വാർത്തയുണ്ടായത് കണ്ണൂർ ഷൊർണൂർ റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസാണ്. സമയത്ത് വണ്ടി എത്താതെ കാത്തിരിക്കേണ്ട അവസ്ഥ, അതുപോലെ ട്രെയിൻ പിടിച്ചിടുന്ന അവസ്ഥ, അതിനൊക്കെ ഒരു പരിഹാരം വേണമെന്നാണോ കണ്ണൂരുകാർ തുഷാരയോട് പറയുന്നത്? അതെ സുജയ, തീർച്ചയായിട്ടും സുജയ പറഞ്ഞതുപോലെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. റിപ്പോർട്ടർ ചാനൽ വാർത്തയാക്കിയതിന്, അതായത് യാത്രാ ദുരിതത്തെക്കുറിച്ച്, ട്രെയിൻ യാത്രാ ദുരിതത്തെക്കുറിച്ച് റിപ്പോർട്ടർ ചാനൽ വാർത്തയാക്കിയതിന് പിന്നാലെ ഒരു മെമു പാസഞ്ചർ സർവീസ് അനുവദിക്കപ്പെട്ടു. കൂടുതൽ സർവീസുകൾ അനുവദിക്കാൻ പരിഗണനയിലുണ്ട് എന്നും പറയുന്നു. പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം ട്രെയിനുകൾ കൂടുതൽ അനുവദിക്കുന്നതിലും എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് ട്രെയിനുകളുടെ സമയത്തിൽ പുനഃക്രമീകരണം നടത്തുക എന്നത്. ഇപ്പോഴുള്ള സമയം വളരെ അശാസ്ത്രീയമായിട്ടുള്ള ക്രമീകരണത്തിലാണ് ഇപ്പോൾ ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മലബാറിലാണ് ഏറ്റവും കൂടുതൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. ഈ മലബാറിലെ കാര്യം പരിശോധിക്കുമ്പോൾ കാസർഗോഡ്, കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ, രാവിലെ ഓഫീസ് സമയങ്ങളിലെ ട്രെയിനുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, കാരണം ഈ കാസർഗോഡ്, കോഴിക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥിരം യാത്രക്കാരുണ്ട്. ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ട് സ്ഥിരം യാത്രക്കാരുണ്ട്. ഇവരെയാണ് ഈ ഒരു യാത്രാ ദുരിതം ഏറ്റവും അധികം ബാധിക്കുന്നത്. അപ്പോൾ കാസർഗോഡ്, കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ എടുക്കുകയാണെങ്കിൽ രാവിലെ തൊട്ടടുത്തടുത്ത സമയങ്ങളിൽ നിരവധി ട്രെയിനുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രാവിലെ 5:45 തന്നെ പരശുറാം എക്സ്പ്രസ് ഉണ്ട്. തുടർന്ന് 8:05 വരെ ഏറനാട് എക്സ്പ്രസ് വരെ ട്രെയിനുകളുണ്ട് ഓഫീസ് സമയങ്ങളിൽ എത്താൻ സാധിക്കുന്ന രീതിയിൽ. പക്ഷേ ഇതിൽ ഉപകാരപ്പെടുന്നത് പരശുറാം എക്സ്പ്രസും നേത്രാവതിയും മാത്രമാണ്. 10 മണിക്കുള്ളിൽ കോഴിക്കോട് എത്തുന്ന രീതിയിൽ ഓടുന്ന 2 ട്രെയിനുകളുള്ളത്. ഈ പരശുറാം എക്സ്പ്രസ്സിലാണെങ്കിൽ ഇപ്പോൾ 2 ജനറൽ കോച്ചുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കൂടെ വർദ്ധിച്ച തിരക്ക് കാരണം ഇത് മതിയായ സാഹചര്യം അല്ല ഉള്ളത്. പിന്നെ ഉള്ളത് നേത്രാവതിയാണ്. നേത്രാവതിയിലുമുള്ളത് 2 ജനറൽ കോച്ചുകൾ മാത്രമാണ്. അതിലെ 2 പവർ വാനുകളിൽ ഒരെണ്ണം മാറ്റി ജനറൽ കോച്ചുകൾ ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതും നടന്നിട്ടില്ല.
വൈകുന്നേരങ്ങളിലും സമാന സാഹചര്യം തന്നെയാണുള്ളത്. പരശുറാം എക്സ്പ്രസ് കോഴിക്കോട് നിന്ന് 1 മണിക്കൂർ പിടിച്ചിട്ട്, അതായത് 4 മണിയാകുമ്പോഴത്തേക്കും കോഴിക്കോട് എത്തുന്നുണ്ട് പരശുറാം എക്സ്പ്രസ്. പക്ഷേ 1 മണിക്കൂർ അവിടെ പിടിച്ചിട്ടതിന് ശേഷമാണ് അത് പോകുന്നത്. പിന്നീട് 5:35 ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ കൂടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രെയിനിൽ ഒരു സമയ പുനഃക്രമീകരണം നടത്തി കഴിഞ്ഞാൽ തന്നെ സമയമാണ് പ്രമോദ് സൂചിപ്പിച്ചതുപോലെ വടക്കോട്ടുള്ള വണ്ടികളിൽ, കണ്ണൂർ വഴിയൊക്കെ പോകുന്ന വണ്ടികളിൽ സമയം കൃത്യമായി നമ്മൾ നോക്കണം.